FCRA ഭേദഗതി ബില്ലിനെതിരെ ക്രൈസ്തവ സഭകളുടെ പ്രാർത്ഥനാ പ്രതിഷേധം. ബില്ലിലെ ഭേദഗതികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രാർത്ഥനയിലൂടെ പ്രതിഷേധിക്കാനുമാണ് KCBCയുടെ തീരുമാനം. ബില്ലിനെതിരെ കോടതിയെ സമീപിക്കാനും ചില ക്രൈസ്തവ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ബില്ലിലെ ഭേദഗതികൾ ആശങ്കയുണർത്തുന്നതാണെന്നാണ് ക്രൈസ്തവ സഭയുടെ നിലപാട്. FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇതിൽ ഈ വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കർശനമായ ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ നിയമത്തിൽ ഭേദഗതികൾ നടപ്പാക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ ആ ഭേദഗതികൾ മറ്റ് പലരെയും എന്ന പോലെ ഇന്ത്യയിലെ രാജ്യത്തെ ക്രൈസ്തവ സഭകൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. സഭയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിലൊരു പ്രതിഷേധങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നത് അതിൽ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായ ഒരു നിയന്ത്രണം കൊണ്ടുവരിക. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സംഭാവനയായി സ്വീകരിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് പലരും പല രീതിയിലേക്ക് അവരുടെ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട നിർവചിക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പല രീതിയിലേക്ക് ആ പണം വിനിയോഗിക്കപ്പെടുന്നു. അതിൽ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ് ഇതിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിലൊരു ഭേദഗതി കൊണ്ടുവരാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ക്രൈസ്തവ സഭ അതിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ ബഹുമാനിക്കുന്നു, അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോട് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ക്രൈസ്തവ സഭകൾ വലിയ രീതിയിലുള്ള സേവനങ്ങളും മറ്റും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഈ രീതിയിലുള്ള ഫണ്ടും മറ്റും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യപരമായ രംഗത്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ അധസ്ഥിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഭയോട് വിധേയത്വം പുലർത്തുന്ന പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇത് ബാധിക്കുകയും ചെയ്യുന്നു. രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുക എന്നത് പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷേ അതോടൊപ്പം തന്നെയാണ് ഈ രാജ്യം ഉറപ്പ് നൽകുന്ന, ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുണ്ട്. അതിൻ്റെ ഒരു നിഷേധങ്ങളുടെ നിർവചനത്തിലേക്ക് ഈ നിയമ ഭേദഗതി വരും എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു സഭയുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്രിയാത്മകമായ ചർച്ചകൾ വേണമെന്നാണ് സഭ പറയുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ചർച്ച തുടരുക, മറുഭാഗത്ത് ഇത് ഒരു പ്രതിഷേധ സൂചകമെന്ന നിലയിൽ ഒരു പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കാനും ഇന്ന് തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ ദേവാലയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനാ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ ആലോചനകൾ വേണം, കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനങ്ങൾ വേണമെന്ന രീതിയിലാണ് ക്രൈസ്തവ സഭ, രാജ്യത്തെ ക്രൈസ്തവ സഭ നിൽക്കുന്നത്. KCBCയുടെയും CBCIയുടെയും എല്ലാം നിലപാടും ഈ രീതിയിൽ തന്നെയുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടക്കുമെന്നൊരു വിശ്വാസം സഭയുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും പ്രാർത്ഥനാ പരിപാടികൾ പോലെ അല്ലെങ്കിൽ പ്രാർത്ഥനാ പ്രതിഷേധം പോലെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് തുടങ്ങി വയ്ക്കുന്നതോടൊപ്പം തന്നെയാണ് ചർച്ചകളിലൂടെ ഇതിന് പരിഹാരം കാണാനും കണ്ടെത്താനുമെല്ലാം കഴിയുമെന്ന പ്രത്യാശയും സഭയുടെ ഭാഗത്തു നിന്ന് പങ്കുവയ്ക്കുന്നത്. എന്തായാലും നാളുകളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് FCRA ഭേദഗതി കടന്നു വന്നേക്കാം. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.